ഇപ്പൊ നീ കാരണം എന്റെ ചേച്ചിയുടെ കല്യാണം മുടങ്ങാൻ പോവാ. മുഹൂർത്തം തീരാൻ 30 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ട്. പൊന്നു മോളെ, മുഹൂർത്തം തീരാതെ നിന്നെ ഇവിടുന്ന് കൊണ്ടുവന്ന പ്രശ്നമില്ല. ഈ കുറെ കാലം എന്ന് പറയുമ്പോ അതിനൊരു കണക്കില്ലേ? 10 വർഷമായോ, 20 വർഷമായോ, 25 വർഷമായോ, അതോ 40 വർഷമായോ? എന്റെ കുഞ്ഞെ, ഇതൊക്കെ പറയേണ്ടുന്ന സമയം ഇതാണോ? ദാസപ്പേട്ടന് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ടോ? ഗ്രാറ്റുവിറ്റി ഉണ്ടോ? എനിക്ക് ഒരു കുറ്റിയില്ല. കുഞ്ഞൊന്ന് വണ്ടി കയറിയേ. എന്റെ ദാസപ്പേട്ട, നിങ്ങൾ 10-30 വർഷമായിട്ട് പുത്തമ്പരക്കലുകാർക്ക് വേണ്ടി ജോലി ചെയ്യാം. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് വയ്യാതായ നിങ്ങൾക്ക് മെഡിക്കൽ ടൈം ഉണ്ടോ? എന്റെ പൊന്നു കുഞ്ഞെ, ഇതൊക്കെ നമുക്ക് പോകുന്ന വഴി സംസാരിക്കാം. കുഞ്ഞൊന്ന് വണ്ടി കയറ്. ദാസപ്പേട്ട, നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ടതേ നിങ്ങളുടെ ഉത്തരവാദിത്വം. അതൊക്കെ ഞാൻ സുരക്ഷിതമാക്കിക്കൊള്ളാം. നമുക്ക് പെട്ടെന്ന് പോകാം. വണ്ടി എടുക്ക്. എന്നാലും ഇൻഷുറൻസ് എടുക്കാൻ മറക്കല്ലേ. കുഞ്ഞെ തുറക്കൂ. കുഞ്ഞെ തുറക്കട്ടെ. പോവാം. ഒരു മിനിറ്റ്, പോവും മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഒരു നല്ല കാര്യത്തിന് പോവല്ലേ? കുഞ്ഞെ പ്രാർത്ഥിച്ചത് മതി, നമുക്ക് പോകാം. ഒരു നോക്ക് കാണാൻ നോക്കും ആളു. കുമാരൻ, ആജി മാളു കണ്ണുറയുന്നില്ല. ആജി എഴുന്നേക്കടാ. എഴുന്നേക്കാൻ. ഞാൻ വരൂല. എന്റെ മാളിനോട് ഒറ്റയ്ക്കാക്കി അങ്ങോട്ട് വരില്ല. ആജി ഇതെന്തൊരു ശല്യമാണെന്ന് നോക്ക്. മാളു, ആജി എന്റെ മാളുവിന് ഒരിക്കലും ബോധം വരില്ല. ആജി അവൾ എന്നെ മറന്നു പോവാ. ആമച്ചി റൊമാൻസ്. ഓ എടാ, എന്ത് പൂരം കാണാൻ നിൽക്കുക? ഈ മരംകുത്തി എവിടെ നിന്ന് വിളിച്ചോണ്ട് പോ. എന്നെ അവിടെ കൊണ്ടുപോകണമെങ്കിൽ എന്റെ മാളുവിനെ കൊല്ലണം. അതങ്ങനെ അല്ലായിരുന്നല്ലത്. എന്റെ മാളുവിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കൊല്ലണം. അങ്ങനെയായിരുന്നു. രാമണി സാറേ, അല്ല, ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ? ഇത് ഞാൻ ഉണ്ടാക്കിയ പുലിവാലാണോ? ആണോന്ന്? അല്ലല്ലോ. അപ്പൊ ഈ പുലിവാൽ ഉണ്ടാക്കിയത് ആരാണോ അവര് തന്നെ അതിന് പരിഹാരവും കണ്ടെത്തണം. അത്രേ ഉള്ളൂ. അവളുടെ അമ്മുമേലൊരു കിഡ്നാപ്പ്. കുഞ്ഞേ, കുറച്ചുകൂടെ സ്പീഡിൽ പോ. എന്റെ ദാസപ്പേട്ട, ഇവിടെയൊക്കെ ക്യാമറയുണ്ട്. സ്പീഡിൽ പോയാലേ ഫൈൻ അടിച്ച് കൈ തരും. കുടുംബം മുടിഞ്ഞു പോന്നേ. കുഞ്ഞേ, കുറച്ചുകൂടെ സ്പീഡിൽ പോകുന്നേ. നല്ല സ്പീഡിലാ പോകുന്നേ. ദാസപ്പേട്ടിന് തോന്നാത്തതാ. അല്ല കുഞ്ഞേ, ഞാൻ കൂടെ വരാന്ന്. ഏയ് വേണ്ട എന്റെ ദാസപ്പേട്ട, ഇതൊക്കെ ഡീൽ ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്കൊരാണ് മതി. അതല്ല കുഞ്ഞേ, ഞാനും കൂടെ വരാന്ന്. പോലെ കുഞ്ഞേ, ഞാനും കൂടെ വരാം. കുഞ്ഞേ, ഒറ്റയ്ക്ക് പോവല്ലേ. തുറക്കാൻ ഒറ്റയ്ക്ക് പോവല്ലോ കുഞ്ഞേ. നമ്പ്യാരുടെ കൊച്ചുമോനല്ലേ ഇത്? കൊച്ചറാണി, ആ കിളവൻ അയാളുടെ കൊച്ചുമോനെ അയച്ചിട്ടുണ്ട്. കൊച്ചുറാണി എനിക്കിട്ട് തന്ന ഈ പണിയുടെ കേട് അവനിട്ട് തീർത്തോണം.
അടിച്ചവനെ റൊട്ടിയാക്കണം. മനസ്സിലായല്ലോ? ഉം. ഉം. ബെൽറ്റ് ഊരാനും പറ്റുന്നില്ല, ഡോറും തുറക്കാൻ പറ്റുന്നില്ല. കുഞ്ഞേ, എന്റെ രാമവർത്തമ്മേ, ഇതിപ്പോ ആനയ്ക്ക് ഇരട്ട ചക്കൻ ഇട്ടതുപോലെ ആയല്ലോ. കുഞ്ഞാണെങ്കിൽ ഒറ്റയ്ക്ക് പോവുകയും ചെയ്തു. ഇനിയിപ്പോ എന്തായി തീരുവോ? കാത്തോളണേ എന്റെ രാമവർത്തമ്മേ. കുഞ്ഞെ തുറക്ക്. അവനിപ്പോ വരും. വരട്ടെ. റാണി ചേച്ചി, അവന്റെ ഒരു കോൺഫിഡൻസ് കണ്ടില്ലേ? റാണി ചേച്ചി, അവ രണ്ടും കൽപ്പിച്ച അവനെ കണ്ടാലറിയാം. നമ്മളൊന്ന് സൂക്ഷിക്കണം. എടി മരവാഴെ, നിന്നെ ഈ പരുവത്തിൽ കാണാൻ പറ്റിയല്ലോ. ഞാൻ ഹാപ്പി. ഇവര് ശരിക്ക് പെരുമാറി കാണുമല്ലേ? നിനക്കത് കിട്ടണം. എടി മരയോന്തേ, എനിക്കിട്ട് നീ കുറെ പണിതു. എല്ലാത്തിനും കൂടെ ചേർത്ത് ദൈവം നിനക്ക് ശരിക്കും ഇട്ട് പണിത് അടി. റാണി ചേച്ചി, സീക്രട്ടായിട്ട് ആ പെണ്ണിനോട് അവൻ എന്തോ പറയുന്നുണ്ട്. എടി, എന്റെ ചേച്ചിയുടെ കല്യാണം മുടക്കാൻ ഞാൻ എന്തെല്ലാം പ്ലാൻ ഇട്ടു. എടി ഡോഗേഷ് മോളെ, എന്റെ സകല പ്ലാനും തകർത്ത് നീ ഒറ്റപ്പെടുത്തിയ. ദേ, ഇപ്പൊ നീ കാരണം എന്റെ ചേച്ചിയുടെ കല്യാണം മുടങ്ങാൻ പോവാ. മുഹൂർത്തം തീരാൻ 30 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ട്. പൊന്നുമോളെ, മുഹൂർത്തം തീരാതെ നിന്നെ ഇവിടുന്ന് കൊണ്ടുവന്ന പ്രശ്നമില്ല. അവൻ പക്ക പ്ലാൻ ചെയ്ത് വന്നിരിക്കുക. നമ്മളും അലേർട്ടായിരിക്കണം. അവന് ചലിക്കാൻ സമയം കൊടുക്കരുത്. മിന്നലാക്രമണമായിരിക്കണം. റാണി ചേച്ചി നോക്കിക്കോ, അവ എയറിലായിരിക്കും.